ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ബി സമം ക്യു ആർ, ബി സി സമം പി ക്യു, സി എ സമം ആർ പി. ത്രികോണം പി ക്യു ആറിലെ എല്ലാ കോണുകളും കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറയുന്നത്. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ, ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എ ബി എന്ന സൈഡിനോട് ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു സൈഡിനോട് ഈക്വൽ ആയിട്ടുള്ള സമമായിട്ടുള്ളത് എന്താണ്? ക്യു ആർ എന്ന ഈ ഒരു സൈഡാണ്. ഇനി ബി സി എന്ന സൈഡ്, ഈ ബി സി എന്ന വശത്തിനോട് തുല്യമായിട്ടുള്ളത് ഏതാണ്? പി ക്യു എന്ന ഈ ഒരു സൈഡാണ്. അതേപോലെ സി എ എന്ന വശം, സി എ എന്ന വശത്തിനോട് തുല്യമായിട്ടുള്ളത് ആർ പി എന്ന ഈ ഒരു വശമാണ്. ഓക്കെ, അത് നമുക്ക് സെറ്റാണ്. അപ്പോൾ ഇനി നമ്മളെ ഓരോ വശവും കണ്ടുപിടിച്ചാൽ ഇത് മൂന്നും എന്താണ്? മൂന്നും തുല്യ ത്രികോണങ്ങളാണെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? മൂന്ന് വശങ്ങളും തുല്യമാണ് എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതാം കേട്ടോ. എ ബി സമം ക്യു ആർ, ഈ വശങ്ങൾ തുല്യമായതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന, അതായത് നമുക്ക് ത്രികോണത്തിലോട്ടൊന്നും നോക്കണ്ട, എ ബിയുടെ എതിർവശത്തുള്ള കോണെന്ന് പറയുമ്പോൾ എ ബി, അടുത്തെന്താണ്? ത്രികോണത്തിൻ്റെ പേര് എ ബി സി ആണ്. അപ്പോൾ കോൺ സി ആയിരിക്കും. എ ബി ഇവിടെ സി ഉണ്ട്. ഇനി ക്യു ആർ, ത്രികോണത്തിൻ്റെ പേര് പി ക്യു ആർ ആണ്. സോ നമുക്ക് ഇവിടെയുള്ള കോൺ ഏതായിരിക്കും? കോൺ പി ആയിരിക്കും. ഇത് തമ്മിൽ തുല്യമാണ് നമുക്ക് കിട്ടും. ഇനി അടുത്തതാണ് ബി സി സമം പി ക്യു എന്ന് പറയുന്നത്. ഈ ബി സി സമം പി ക്യു എന്ന് നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബി സിയുടെ എതിരെ കിടക്കുന്ന, അതായത് അതിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ, പേര് തന്നെ ഉണ്ട്, കോൺ എ സമം പി ക്യുവിൻ്റെ എതിരെയുള്ളത് ഏതായിരിക്കും? ആറായിരിക്കും, പി ക്യു ആർ. ഓക്കെ, ഇനി അടുത്ത വശമാണ് സി എ സമം ആർ പി എന്ന് പറയുന്നത്. ഈ വശത്തിൻ്റെ സി എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിരെ കിടക്കുന്ന കോൺ ഏതായിരിക്കും? ബി ആയിരിക്കും. സോ കോൺ ബി സമം ആർ പിയുടെ എതിരെ, അതായത് ആർ പി എന്ന പേരിലില്ലാത്തത് കോൺ ക്യൂ ആണ്. ഇത്രയും കോണുകൾ നമുക്കിവിടെ കിട്ടും. ഇനി നമുക്കിവിടെ കോൺ സി സമം കോൺ പി എന്ന് പറയുന്നിടത്ത് രണ്ട് കോണുകളില്ല, സിയും ഇല്ല പിയും ഇല്ല, രണ്ടും നമുക്ക് തന്നിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എന്താണ്? കോൺ എ സമം കോൺ ആറാണ്. അപ്പോൾ എ എന്താണോ അത് തന്നെയായിരിക്കും ആറും. അപ്പോൾ നമുക്കിവിടെ എ എന്ന കോൺ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണത്? 60. അപ്പോൾ എന്തായിരിക്കും? എ 60 ആണെങ്കിൽ ആറും ഇവിടെയും എന്തായിരിക്കും? 60 ആയിരിക്കും. ഇനി കോൺ ബി സമമാണ് കോൺ ക്യൂ. ഇവിടെ നമുക്ക് ബി എന്ന കോൺ തന്നിട്ടില്ല, പക്ഷെ ക്യൂ തന്നിട്ടുണ്ട്, 70 ആണ്. അപ്പോൾ എന്തായിരിക്കും? ബിയും എന്തായിരിക്കും? ബി എന്ന ഈ കോണും 70 ആയിരിക്കും അല്ലേ? ഇനി നമ്മൾക്ക് സി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പി കണ്ടുപിടിക്കണം. ഇതിൽ രണ്ടും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക, അപ്പോൾ നമ്മൾ എഴുതണം കേട്ടോ, ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതണം. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി എഴുതുന്നില്ല. തുക സമം 180 ആണ്. അപ്പോൾ തുക 180 ആണ്. നമുക്കിവിടെ കോണുകൾ കിട്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ്? 60 + 70. ഓക്കെ, 60 + 70 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 130 അല്ലേ? യെസ്. അപ്പോൾ ഇവിടെയുള്ള രണ്ട് കോണുകൾ നമ്മൾക്ക് 60 + 30 എന്ന രീതിയിൽ നമുക്ക് 60 + 70 എന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 180-ൽ നിന്നും 130-നെ നമ്മൾ കുറക്കണം. 130-നെ നമ്മൾ കുറക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്? 50 ആണ്. ഈ 50 ആയിരിക്കും കോൺ സി എന്ന് പറയുന്നത്. ഓക്കെ, കോൺ ബി എന്ന് പറയുന്നത് എത്രയായിരുന്നു? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് പ്രകാരം ബി 70 ആണ്, എ 60 ആണ്. അങ്ങനെയാണെങ്കിൽ സി 50 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്ത ത്രികോണത്തിലും വരുന്നത്. അതായത് ക്യൂ 70 ആണ്, ആർ 60 ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും. രണ്ട് ത്രികോണങ്ങളും തുല്യമാണല്ലോ, അപ്പോൾ രണ്ട് വശങ്ങളും തുല്യമാണ്. ആ വശങ്ങളുടെയൊക്കെ എതിരെ കിടക്കുന്ന കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? കോൺ എ എത്രയാണെന്ന് കിട്ടി, കോൺ ബി എത്രയാണെന്ന് കിട്ടി, കോൺ സി എത്രയാണെന്ന് കിട്ടി. ലാസ്റ്റ് നമ്മൾ എഴുതണം കേട്ടോ. ഇതൊക്കെ എഴുതി കഴിഞ്ഞെങ്കിലും കോൺ എ സമം 60 സമം എത്രയാണ്? കോൺ
60നോട് തുല്യമായിട്ടുള്ള കോൺ 6 എന്നൊക്കെ എഴുതുക കേട്ടോ. അപ്പോൾ ഓരോന്നും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഓരോ കോണുകളും എത്രയാണെന്ന് എഴുതുക. ഈ ത്രികോണം വരച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. ഇത് ഓരോന്നും എഴുതണേ. കോണുകളുടെ തുക എത്രയാണ് എന്ന് കൊടുത്തിട്ട് തന്നെ നമ്മൾ 60 + 70 = 130. സോ 180ൽ നിന്ന് 130 കുറക്കുമ്പോഴാണ് നമുക്ക് 50 കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കോണുകളും കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ പലരും ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷേ കോണുകൾ അവിടെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, താങ്ക് യു.